ഒരു വമ്പൻ പദ്ധതിക്കൊരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ. US ആയുധ സേനയ്ക്കും സഖ്യസേനയ്ക്കും ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്കും ചിപ്പുകൾ വിതരണം ചെയ്യുന്ന ആദ്യത്തെ ദേശീയ സുരക്ഷാ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഫാബ് 2025 ഇന്ത്യയിൽ ഇത് സ്ഥാപിക്കും. അതിന് ശക്തി എന്ന് പേരിടും. ഡെലവേറിൽ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വമ്പൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇൻഫ്രാറെഡ്, ഗാലിയം നൈട്രൈഡ്, സിലിക്കൺ കാർബൈഡ് അർദ്ധചാലകങ്ങൾ എന്നിവ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് സ്ഥാപിക്കുക. ഇന്ത്യയുടെ ഈ അർദ്ധചാലക മിഷന് ഭാരത് സെമി 3 ആർഡിടെക്കും US ബഹിരാകാശവും തമ്മിലുള്ള തന്ത്രപരമായ സാങ്കേതിക പങ്കാളിത്തവും ഉണ്ടാവും. ഇന്ത്യയിലെ 2 യുവ സംരംഭകരായ വിനായക് ഡാൽമിയ, വൃന്ദ കപൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പിനെ US ദേശീയ സുരക്ഷാ സ്ഥാപനം വിശ്വസിക്കുകയും ചിപ്പുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും അത് അമേരിക്കയുടെ സുരക്ഷാ ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കും യുണൈറ്റഡ് കിങ്ഡം പോലുള്ള സഖ്യ കക്ഷികളിലേക്കും ഇവർ എത്തിക്കുകയും ചെയ്യും. സ്റ്റാർട്ടപ്പായ 3D ടെക്കും US ജനറൽ അറ്റോമിക്സുമായി സഹകരിച്ചിട്ടാണ് ഇന്ത്യയിലെ പ്രതിരോധ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഈ സുപ്രധാന പദ്ധതിക്ക് തുടക്കമാകുന്നത്. 2023 മോദിയുടെ അമേരിക്ക സന്ദർശനത്തിൽ മോദിയും ബൈഡനും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. US പ്രതിരോധ വകുപ്പിന്റെ ബഹിരാകാശ സേന ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ 114AI 3D ടെക് എന്നിവയുമായി അതിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ ഗവേഷണ വികസന കരാറിൽ ഒപ്പം വെച്ചു. ഈ 2 കമ്പനികളും യഥാക്രമം AI, അർദ്ധചാലകങ്ങൾ എന്നിവയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇത് വികസിപ്പിക്കുന്നതിന് വേണ്ടി ജനറൽ അറ്റോമിക്സുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഈ സംയുക്ത സംരംഭം വിജയിക്കുകയാണെങ്കിൽ ഇത് ലോകത്തിലെ ആദ്യത്തെ മൾട്ടി ചിപ്പ് മിലിറ്ററി ഫാബ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ അഡ്വാൻസ്ഡ് ഇൻഫ്രാറെഡ് ചിപ്പുകൾ നൈറ്റ് വിഷൻ, മിസൈൽ സീക്കേഴ്സ്, ബഹിരാകാശ സെൻസറുകൾ, ആയുധ ദൃശ്യങ്ങൾ, സോൾജർ ഹാൻഡ് ഹെൽഡ് സൈറ്റ്സ്, ഡ്രോണുകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കും. ഉപഗ്രഹങ്ങൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, ഹൈ ആറ്റിറ്റ്യൂഡ് സ്യൂഡോ സൈറ്റ്സ്, ഇലക്ട്രിക് വാഹനങ്ങൾ, പുനരുപയോഗ ഊർജം, ഡാറ്റാ സെന്ററുകൾ, റെയിൽവേ എഞ്ചിനുകൾ എന്നിവയ്ക്കായി അഡ്വാൻസ്ഡ് പവർ ഇലക്ട്രോണിക് ചിപ്പുകൾ ഉപയോഗിക്കും. സൈനിക ആശയവിനിമയം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് വാർഫെയർ, ജാമറുകൾ, റഡാർ, 5G 6G ടെലികോം എന്നിവയിൽ വിപുലമായ ആശയവിനിമയ റേഡിയോ ഫ്രീക്വൻസി ചിപ്പുകൾ ഉപയോഗിക്കും. 1ാം ഘട്ടത്തിൽ ഏകദേശം 50,000 യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്. ഈ സാങ്കേതിക വിദ്യകളിലെ അമേരിക്കയുടെയും ഇന്ത്യയും പങ്കാളിത്തം ഈ ചിപ്പുകൾ നിർമ്മിക്കാനുള്ള ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയെ മാറ്റുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.